PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ ടെലഗ്രാമിൽ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നമ്മൾ രാത്രി മെൻഷൻ ചെയ്യും. പിറ്റേ ദിവസം കാലത്ത് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാംസ് മുതൽ 2022 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ ഡിസ്കഷൻ രാത്രി 8 മണിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ന്യൂ SCRTയുടെ ക്ലാസ്സുകൾ, അതുപോലെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നമ്മുടെ കൂടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. നമ്മൾ 2-3 ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റാങ്കിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചു, മൗലിക അവകാശങ്ങൾ പഠിച്ചു, അതിൻ്റെയും മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2 ടോപ്പിക്കാണ്. ഒന്ന് റിട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. ഈ 2 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. റിട്ടുകളും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്ന 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ LDCക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ള 2 ടോപ്പിക്കാണ്. അപ്പോൾ ആ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് കാണുമ്പോൾ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വേണം. ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. രാത്രി നമുക്ക് PYQ അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പേരിലോട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് റിട്ടുകളെ കുറിച്ചാണ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു, മൗലിക അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിച്ച് അവ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് അല്ലേ. അപ്പോൾ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുന്ന സമയത്ത് ആ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നമ്മൾ സമീപിക്കുമ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഇതും നമ്മൾ പഠിച്ചു, ബ്രിട്ടൻ അല്ലേ. റിട്ട് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമാണ് ഉള്ളത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി ഈ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുക. ഓക്കെ, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. എന്നാൽ ഹൈക്കോടതി അങ്ങനെയല്ല. ഹൈക്കോടതി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങൾക്കും എന്താണ് ഈ പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാറുണ്ട്. മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മൗലികാവകാശങ്ങളല്ലാതെ ഈ തൊഴിൽ തർക്കങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. പക്ഷേ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഏറ്റവും വിശാലമായ റിട്ടധികാരം എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ്, അല്ലെങ്കിൽ ആർക്കാണുള്ളത്? വിശാലമായ റിട്ടധികാരം ഹൈക്കോടതിക്കാണ്. സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഹൈക്കോടതിക്ക് അങ്ങനെയല്ല. മറ്റു തൊഴിൽ തർക്കങ്ങൾ പോലുള്ള മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ റിട്ടധികാരം എന്ന് പറയുന്നത് ഹൈക്കോടതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
പരിമിതമാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹൈക്കോടതിക്കാണ് ഏറ്റവും വിശാലമായ റിട്ടധികാരമുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന റിട്ടുകൾ എത്ര റിട്ടുകളാണ്? 5 തരത്തിലുള്ള റിട്ടുകളാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന റിട്ടുകൾ 5 തരത്തിലുള്ള റിട്ടുകളാണ്. ഏതൊക്കെയാണ്? 1, ഹേബിയസ് കോർപ്പസ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു റിട്ട്. ദെൻ രണ്ടാമത്തേത് മാൻറ്റമസ്. 3, കോവാറന്റോ. 4, സെർഷ്യോററി. 5, പ്രൊഹിബിഷൻ. ഇങ്ങനെ 5 തരത്തിലുള്ള റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നത്, ഉറപ്പ് നൽകുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻറ്റമസ്, കോവാറന്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവ. അപ്പോൾ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഇത് മലയാളം വേർഡല്ല, ഇംഗ്ലീഷ് അല്ല, പിന്നെ ഏത് ഭാഷയാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഇവയ്ക്ക് പേരുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ റിട്ടുകൾ എന്ന് പറയുന്നത് ഏതു ഭാഷയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് റിട്ടുകൾ ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോ റിട്ടുകളും എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ എന്താണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? ഈ ഒരു പേരിൻ്റെ അർത്ഥം എന്താണ്? അതായത് യു മേ ഹാവ് ദ ബോഡി, അതായത് ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് കേട്ടോ. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഈ റിട്ടാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മുടെ ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്നതുമായിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന റിട്ട് എന്ന് പറയുന്നതും ഹേബിയസ് കോർപ്പസ് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? അതും ഹേബിയസ് കോർപ്പസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് 1215 മാഗ്ന കാർട്ടയിലാണ്. 1215 മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശം വരുന്നത്. ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ കഴിയുക? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ സാഹചര്യം, ഒരാളെ അന്യായമായി തടങ്കലിൽ വച്ചിട്ടുണ്ടെങ്കിൽ ആളെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അന്യായമായി തടങ്കലിൽ വച്ചിട്ടുള്ള ഒരാളെ നമുക്ക് സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മതിയായ കാരണങ്ങളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത ഒരാളെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് അല്ലേ. അപ്പോൾ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയില്ല എങ്കിൽ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു കരുതൽ തടങ്കൽ എന്ന് പറയുന്നതിൻ്റെ കാലാവധി അല്ലേ. കരുതൽ തടങ്കൽ എന്ന് പറയുന്നതിൻ്റെ കാലാവധി 3 മാസമാണ് എന്ന് പറഞ്ഞു. ആ 3 മാസ കാലാവധി കഴിഞ്ഞും ഒരാളെ നമ്മൾ കസ്റ്റഡിയിൽ വയ്ക്കുകയാണെങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്? അന്യായമായി തടങ്കലിലാക്കപ്പെട്ട ഒരാളെ സ്വതന്ത്രനാക്കാനായിട്ട്, മതിയായ കാരണങ്ങളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ
അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കരുതൽ തടങ്കലിന്റെ കാലാവധിയായ 3 മാസം കഴിഞ്ഞും ഒരാളെ കസ്റ്റഡിയിൽ വെക്കുകയാണെങ്കിൽ, ഈ സിറ്റുവേഷൻസിലൊക്കെയാണ് നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ എന്താണ്, ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസും സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട റിട്ടാണെന്ന്. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെ നമുക്ക് എങ്ങനെയാണ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുക? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യക്കടത്തെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അല്ലെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗുണ്ടാസംഘം ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയി, അപ്പോൾ അവരെ നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ അതൊരു സ്വകാര്യ വ്യക്തിക്കെതിരെയാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പം എന്താണ് ആരെങ്കിലുമൊക്കെ ഈ മാതാപിതാക്കളൊക്കെ ഈ പ്രണയത്തിൻ്റെ പേരിലൊക്കെ മക്കളെ എന്ത് ചെയ്യാറുണ്ട്, വീട്ടു തടങ്കലിൽ വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അല്ലാതെ ചില മക്കളുണ്ട്, വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരെ വീട്ടു തടങ്കലിൽ വയ്ക്കുന്ന മക്കളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കെതിരെ മക്കൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്വകാര്യ വ്യക്തികൾക്കെതിരെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിനെതിരെയും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഒരേപോലെ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ്, അവർക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയാം. നമുക്ക് ഗവൺമെൻറ്റിന് സ്റ്റേറ്റിനെതിരെയും നമുക്ക് എന്താണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാം, സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാം. ഇനി ഇങ്ങനെ ചോദിച്ചാലോ, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട് എന്ന് ചോദിച്ചാലും അത് ഏതാ, ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഒരു റിട്ട് പോലും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് മാത്രമാണ് സ്റ്റേറ്റിനെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട്, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട്. സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട് എന്ന് ചോദിച്ചാലും ഏതാണ്, അത് ഹേബിയസ് കോർപ്പസ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഹേബിയസ് കോർപ്പസ്. ഇനി അടുത്തത് മാൻറ്റമസ് ആണ് കേട്ടോ. അടുത്ത റിട്ട് ഏതാണ്, മാൻറ്റമസ്. അപ്പോൾ മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, നാം കൽപ്പിക്കുന്നു, ഐ ഓർഡർ അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ വരുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൻറ്റമസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെ, ആ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥനെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സർക്കാർ, അപ്പോൾ ആർക്കെതിരെയാണ് നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പല സർക്കാർ ഓഫീസുകളിലും നമ്മൾ പോകും അല്ലേ. നമ്മുടെ ഇപ്പോൾ വണ്ടിയുടെ ലൈസൻസ് എടുക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ആധാർ കാർഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടി പല സർക്കാർ ഓഫീസുകളിലും നമ്മൾ കയറി ഇറങ്ങും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവർ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളെല്ലാം, സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അവിടെ കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അവർ നമുക്ക് തരേണ്ട അല്ലെങ്കിൽ അവർ ചെയ്തു തരേണ്ട കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരുന്നില്ല. റേഷൻ കാർഡിന് അപ്ലൈ ചെയ്തു, അവർ പറയുന്ന പേപ്പേഴ്സൊക്കെ കൊടുത്തു, പക്ഷെ നമുക്ക് റേഷൻ കാർഡ് അനുവദിക്കുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ആ ഒരു സർക്കാർ സ്ഥാപനത്തിനെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൻറ്റമസ് എന്ന് പറയുന്ന ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെതിരെ നമുക്ക് പുറപ്പെടുവിക്കാം. സർക്കാരിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ പുറപ്പെടുവിക്കാം, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കാം, സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പുറപ്പെടുവിക്കാം. അല്ലാതെ ഇവിടെ എന്തില്ല, ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ നമുക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. സർക്കാരിനെതിരെയോ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയോ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയോ ചില സമയത്ത് ഏതെങ്കിലും കീഴ്ക്കോടതികൾക്കെതിരെയോ ഒക്കെ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ട് എന്ന് പറയുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട്. മാൻറ്റമസ് സർക്കാരിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ, മെയിനായിട്ട് ഇത്രയുമാണ്. ഈ 3 പേർക്കെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, നാം കൽപ്പിക്കുന്നു. മനസ്സിലായല്ലോ. അടുത്ത 3ാമത്തെ റിട്ടാണ് കോ വാറന്റോ.
കോ വാറന്റോ. എന്താണ് കോ വാറന്റോ എന്നതിൻ്റെ അർത്ഥം? എന്ത് അധികാരം. ആ പേര് പോലെ തന്നെയാണ് അല്ലേ, കോ വാറന്റോ. എന്ത് അധികാരം, എന്ത് അധികാരത്തിലാണ്, വിത്ത് വാട്ട് അതോറിറ്റി അല്ലെ, വിത്ത് വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ് താങ്കൾ ഈ സ്ഥാനത്തിരിക്കുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. അപ്പം എന്താണ് കോ വാറന്റോ? അതായത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് ഏത്? കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വാർത്തയിലൊക്കെ കാണാറുണ്ട് അല്ലേ, അതായത് കള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പ്രൊഫസറായിട്ട് കയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കാണാറുണ്ട് അല്ലേ. PSCയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ എന്താണ്, അവർക്ക് അതിനുള്ള യോഗ്യതയില്ല, എന്നിട്ടും അവർ ആ അധികാര സ്ഥാപനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ അധികാര സ്ഥാനത്തിൽ യോഗ്യതയില്ലാതെ തന്നെ ഇരിക്കുന്നവർക്കെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുക എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ. ചില സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയും നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ട് എന്ന് പറയുന്നത് ഏതാണ്? കോ വാറന്റോ. അപ്പം യോഗ്യതയില്ലാതെ ആ അധികാര സ്ഥാനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത, അങ്ങനെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുക, അതിനെതിരെയൊക്കെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോ വാറന്റോ എന്ന് പറയുന്നത് നമുക്ക് സർക്കാരിനോട്, സർക്കാർ സംവിധാനങ്ങളോട്, സർക്കാർ ഉദ്യോഗസ്ഥരോടൊക്കെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത് കേട്ടോ. സെർഷ്യോററി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? ടു ബി സർട്ടിഫൈഡ് എന്നാണ് കേട്ടോ. അതായത് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുക. ടു ബി സർട്ടിഫൈഡ് എന്ന് പറയുന്ന മീനിങ് ആണ് സെർഷ്യോററി. അപ്പം എന്താണ് സെർഷ്യോററി എന്ന് പറയുന്നത്? ഈ ഒരു റിട്ട് കോടതിയും മറ്റൊരു കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കോടതിയും മറ്റൊരു കോടതിയുമായി ബന്ധപ്പെട്ട കേസാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായി. ഓക്കെ, ഇപ്പം ഞാനും മറ്റൊരാളും തമ്മിലൊരു കേസുണ്ടായി. ശരിക്കും ഞാനാണ് അയാളെ ഉപദ്രവിച്ചത്, ഞാൻ ഒരാളെ ഉപദ്രവിച്ചു. പക്ഷെ കേസ് അന്വേഷിച്ച് എല്ലാം കണ്ടെത്തി വരുമ്പോഴത്തേനും കോടതി ശിക്ഷ വിധിച്ചത് ആർക്കാണോ ഞാൻ മൂലം ഉപദ്രവം ഉണ്ടായത് അയാളെ ശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ ആവുമ്പോൾ അവിടെ എന്താണ്? അന്യായമായ ഒരു വിധി ഉണ്ടാവുകയാണ് അല്ലേ. അന്യായമായ വിധി ഉണ്ടായി അല്ലേ. കുറ്റം ചെയ്ത ആൾക്കാണ് ശിക്ഷ നൽകേണ്ടത്. ഇവിടെ കുറ്റം ചെയ്തത് ഞാനാ, പക്ഷെ ഞാൻ കുറ്റം ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചത് ആരോ അവർക്കാണ് ശിക്ഷ വിധിച്ചത്. അപ്പൊ അന്യായമായ വിധി പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ എന്താണ്, കോടതി എന്ത് ചെയ്തു? പക്ഷപാതം കാണിച്ചു അല്ലെ. പക്ഷപാതം കാണിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതായത് ഒരാളുടെ മേൽ കുറ്റം ചെയ്ത ആളെ മാറ്റി നിർത്തി മറ്റേ ആൾക്ക് ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷപാതം കാണിക്കുക. അപ്പൊ പക്ഷഭേദം കാണിക്കുക, അല്ലെങ്കിൽ അന്യായമായ വിധി പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ തെളിവുകളെ വളച്ചൊടിക്കുക അല്ലെ. കുറ്റത്തിൽ നിന്നും മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ വളച്ചൊടിക്കുക, തെളിവുകൾ കണ്ടില്ലെന്ന് നടിക്കുക. ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അപ്പീൽ കൊടുക്കുകയാണ്. ഈ കോടതി ശരിയല്ല, ഇവിടുത്തെ അന്വേഷണം ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യുക? മുകളിലെ കോടതിയിലേക്ക് നമ്മൾ അപ്പീൽ നൽകുന്നു. ഓക്കെ, അപ്പീൽ നമ്മൾ നൽകുന്നു. അപ്പം അങ്ങനെ അപ്പീൽ കൊടുത്തിട്ട് മുകളിലെ കോടതി എന്ത് ചെയ്യുന്നു? അന്വേഷിച്ചുകൊണ്ട് ആ ഒരു വിധി, അന്യായമായ വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിധിയെ അസാധുവാക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? സെർഷ്യോററി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? അന്യായമായ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു. ഓക്കെ, ശിക്ഷ, അതായത് വിചാരണയെല്ലാം നടത്തി ഇയാൾ തെറ്റുകാരനല്ല, അതായത് കുറ്റം ചെയ്ത വ്യക്തി തെറ്റുകാരനല്ലെന്നും പറഞ്ഞ് മറ്റേയാൾക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ശിക്ഷാവിധി വന്നതിന് ശേഷം നമ്മൾ ഈ കോടതിയുടെ ശിക്ഷാവിധി ശരിയല്ല എന്നും പറഞ്ഞ് മേൽക്കോടതിയിലേക്ക് അപ്പീൽ കൊടുത്ത് അവരതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ വിധിയെ അസാധുവാക്കുന്നു. അതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പം അപ്പീൽ നൽകുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സെർഷ്യോററിയാണ്. അപ്പീൽ നൽകാവുന്ന റിട്ട് ഏതാണ്? അത് സെർഷ്യോററിയാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം, കാരണം നമ്മൾ അടുത്ത ഒരു റിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ മീൻസ് തടയുക എന്നുള്ള അർത്ഥമാണ്.
പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇതും എന്താണ്, കോടതിയും ഒരു കോടതിയും തമ്മിലുള്ള റിട്ട് തന്നെയാണ്. കോടതിയും തമ്മിലുള്ള ഒരു കേസ് തന്നെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോടതിക്ക് ആ കേസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള യാതൊരു അധികാരവുമില്ല. അല്ലെങ്കിൽ ആ ഒരു കോടതി നമുക്ക് ഈ കേസ് പോകുന്ന സമയത്ത് തന്നെ ഈ കോടതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു വിധി കിട്ടില്ല എന്നുള്ള ഒരു സംശയം മുന്നേ തന്നെ നമുക്ക് തോന്നുകയും അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, മേൽക്കോടതിയെ സമീപിച്ച് ഈ കോടതി ഇവിടെ നിന്നും മാറ്റണം എന്ന് പറഞ്ഞ് നമ്മൾ മേൽക്കോടതിയെ സമീപിച്ചു, നമുക്ക് ഈ കോടതിയുടെ മേൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമീപിച്ച് ആ കേസ് ഈ പറയുന്ന കോടതിയിൽ വിചാരണയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നു. ഒരു കോടതിയെ ആ കേസ് വിചാരണ ചെയ്യുന്നതിൽ നിന്നും വിലക്കുകയാണ്, നമ്മൾ തടയുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കേസൊക്കെ വിചാരണ നടന്നു, എന്നിട്ട് എന്താണ്, ശിക്ഷയും വിധിച്ചു അല്ലെ. അന്യായമായ വിധിയാണ് അവിടെ വന്നത്. ആ വിധിയെ അസാധുവാക്കുവാൻ വേണ്ടി നമ്മൾ മുകളിലെ കോടതിയിലേക്ക് അപ്പീൽ പോകുന്നതാണ് സെർഷ്യോററി. പക്ഷെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോടതിയിൽ കേസ് വരാൻ വേണ്ടി പോവുകയാണ്, പക്ഷെ അവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കോടതി നമുക്ക് കൃത്യമായിട്ടൊരു വിശ്വാസമില്ല, ആ കേസ് ആ കോടതിയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ എന്താണ് അനുകൂലമായിട്ടുള്ളൊരു വിധി വരത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിധി വരുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വിചാരണ നടക്കുന്നതിന് മുൻപ് തന്നെ ഈ കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ, അതായത് ഇവിടെ അന്യായമായ ഒരു ശിക്ഷ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. അതായത് ഒരു അസുഖം വന്നിട്ട് നമ്മൾ നോക്കുന്നതിനേക്കാളും നല്ലതാണ് അത് വരാതെ തടയുന്നത് എന്ന് പറയുന്നത് പോലെ, ശിക്ഷ വിധിച്ചിട്ട് നമ്മൾ അതിനെ അസാധുവാക്കുന്നതിനേക്കാളും നല്ലത് ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് തടഞ്ഞു വയ്ക്കുന്നതാണ്. അതാണ് അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊവേർബ്, ഈ ഒരു പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ. ഓക്കെ, പ്രൊഹിബിഷൻ മീൻസ് തടയുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടും എന്താണ്, കോടതിയും തമ്മിലാണ്. സെർഷ്യോററി എന്ന് പറയുന്നതും കോടതിയും തമ്മിലാണ്. അപ്പോൾ രണ്ട് കോടതികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രൊഹിബിഷനും ഒന്ന് സെർഷ്യോററിയുമാണ്. ഇനി ഇതിൽ ഈ പറഞ്ഞ 5 റിട്ടിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൻറ്റമസ് ആണ്. മാൻറ്റമസ് എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട് ആർക്ക് വേണമെങ്കിലും പുറപ്പെടുവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപേക്ഷിക്കാൻ പറ്റുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൻറ്റമസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ റിട്ടുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഒരു ടേമും കൂടെ പഠിക്കണം. അതായത് പൊതു താൽപര്യ ഹർജി എന്ന് പറഞ്ഞിട്ട്. എന്താണ് പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത്? പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA കയ്യിൽ നിന്നാണ് കേട്ടോ. പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത് USA കയ്യിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ആശയമാണ്. പൊതു താൽപര്യ ഹർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹർജി കൊടുക്കുന്നത് ഒരു വ്യക്തിയാണ്, പക്ഷേ എങ്ങനെയുള്ള കാര്യത്തിനാണ്, പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ. പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി എന്ത് നൽകുന്നു, ഹർജി നൽകുന്നു. അതിനെയാണ് പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പൊതുവായ കാര്യത്തിന് നമ്മളൊരു ഹർജി നൽകുന്ന സമയത്ത് ആ നൽകുന്ന വ്യക്തിയെ അവിടെ കൺസിഡർ ചെയ്യാറില്ല. ആ പൊതുവായ കാര്യം എന്താണോ അതിനെ കൺസിഡർ ചെയ്യാറുള്ളൂ. ഏത് വ്യക്തിയോ ആവട്ടെ, കൊടുത്ത വ്യക്തിയെ നമ്മൾ നോക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ പൊതു താൽപര്യ ഹർജികൾക്ക് ഇന്ത്യയിൽ പ്രാധാന്യം നേടിക്കൊടുത്തിട്ടുള്ള ഒരു ജസ്റ്റിസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജസ്റ്റിസ് PN ഭഗവതി. ആ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. PN ഭഗവതി എന്ന് പറയുന്ന ജസ്റ്റിസ് ആണ് പൊതു താൽപര്യ ഹർജികൾക്ക് ഇന്ത്യയിൽ പ്രാധാന്യം നേടിക്കൊടുത്ത ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് റിട്ടുകൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. ഒരുപാട് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട് അല്ലേ, പല രാജ്യങ്ങളിൽ നിന്നും. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ആശയങ്ങൾ കടമെടുത്ത രാജ്യങ്ങളൊക്കെ നമ്മൾ കണക്ഷൻസ് വെച്ചിട്ട്, കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഓരോ രാജ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ. അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ ആശയങ്ങൾ പറയാം. അപ്പോൾ അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ, ഒന്ന്
സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, മലയാളത്തിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അല്ലെങ്കിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. അതുപോലെ ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, കേട്ടോ, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ സുപ്രീം കോടതി, സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ്. അപ്പോൾ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതും അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. ദെൻ എക്സിക്യൂട്ടീവ് പവർ ഓഫ്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ പ്രിയാമ്പിൾ, പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം, അതുപോലെ റിമൂവൽ ഓഫ് ജഡ്ജസ്, റിമൂവൽ ഓഫ് ജഡ്ജസ്, ജഡ്ജിയെ നീക്കം ചെയ്യൽ. ദെൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിഖിത ഭരണഘടന എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്ന അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശം. ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആശയങ്ങളാണ് നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, പ്രിയാമ്പിൾ, പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ആമുഖമാണ് കേട്ടോ, ആമുഖം, പ്രിയാമ്പിൾ ആമുഖം, റിമൂവൽ ഓഫ് ജഡ്ജസ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലിഖിത ഭരണഘടന. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? മൗലിക അവകാശം, മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനുള്ള ഞാൻ ചെറിയൊരു സ്റ്റോറി പോലെ പറഞ്ഞു തരാം ഓർത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അല്ലെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതൊരു സ്റ്റോറി ആയിട്ട് നമ്മൾ പറയുകയാണേ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്വപ്നം കാണുവാണ്. എന്താണ് സ്വപ്നം? നമ്മൾ വൈസ് പ്രസിഡൻ്റ് ആയി കേട്ടോ, നമ്മൾ എന്തായി? വൈസ് പ്രസിഡൻ്റ് ആയി. അപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അമേരിക്കയിലെ സുപ്രീം കോടതിയിലോട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെയാണ് പോകുന്നത്? ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ കുറേ കാലമായിട്ട് നടക്കുന്നു. അപ്പം നമ്മളൊരു സ്വപ്നം കാണുവാണ്, നമ്മൾ വൈസ് പ്രസിഡൻ്റ് ആയി എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അമേരിക്കയിലെ സുപ്രീം കോടതിയിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. അങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്കിൽ നമ്മൾ പോയി അവിടുത്തെ സുപ്രീം കോടതിയിലെത്തി. എന്നിട്ട് അവിടെ നിന്നും ആ സുപ്രീം കോടതിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കേസും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? എഴുതിയെടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? എഴുതിയെടുത്തു. അപ്പോൾ അമേരിക്കയുടെ കോടതിയുടെ കാര്യങ്ങളാണ് അല്ലേ, കുറേ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കാൻ സഹായിച്ചത് അവിടുത്തെ പ്രിയ എന്ന് പറയുന്നൊരു ജഡ്ജാണ്. അവിടുത്തെ പ്രിയ എന്ന് പറയുന്ന ഒരു ജഡ്ജാണ് നമ്മളെ സഹായിച്ചത്. അങ്ങനെ അവർ നമ്മളെ സഹായിച്ചു എന്നൊരു കാരണം കൊണ്ട് അവിടുത്തെ സുപ്രീം കോടതി എന്ത് ചെയ്തു? ആ ജഡ്ജിനെ അവിടെ നിന്ന് നീക്കം ചെയ്തു, അവിടെ നിന്നും റിമൂവ് ചെയ്തു, കോടതിയിൽ നിന്നും റിമൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ നീക്കം ചെയ്തപ്പോൾ ആളുടെ ജോലി പോയില്ലേ. അപ്പോൾ അവർക്ക് ആകെ മെൻ്റൽ പോലെയായി കേട്ടോ, ഫണ്ടമെൻ്റൽ എന്നുണ്ടല്ലോ, അപ്പോൾ മെൻ്റൽ പോലെയായി. എന്നിട്ട് എന്ത് ചെയ്തു? അവരവിടെയുള്ള അമേരിക്കയിലെ റിവറിൽ ചാടി കേട്ടോ. റിവർ എന്ന് ജസ്റ്റ് പൂളാണെന്ന് വിചാരിച്ചോളൂ, റിവറിൽ ചാടി. ഓക്കെ, ഇത് നമ്മുടെ ഒരു സ്വപ്നമാണ്, ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഈ കണക്ഷൻ, ഈ വേർഡ്സ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ നടക്കുവാണ്. സോ നമ്മളൊരു ദിവസം ഒരു സ്വപ്നം കാണുവാണ്, നമ്മൾ വൈസ് പ്രസിഡൻ്റ് ആയി അമേരിക്കയിലെ സുപ്രീം കോടതിയിലേക്ക് പോയി. എങ്ങനെയാണ് പോകുന്നത്? എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. എന്നിട്ട് അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ സഹായിച്ചത് പ്രിയ എന്ന് പറയുന്ന ജഡ്ജാണ്. ദെൻ അത് അറിഞ്ഞപ്പോൾ അവിടുത്തെ ജഡ്ജിനെ അവർ നീക്കം ചെയ്തു, അവർക്ക് മെൻ്റലായി റിവറിൽ ചാടി. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഇൻഡിപെൻഡൻ്റ് ആവണം. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? വൈസ് പ്രസിഡൻ്റ് ആയി. അപ്പോൾ ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്. എന്നിട്ട് അമേരിക്കയിലെ സുപ്രീം കോടതിയിലേക്ക്. അപ്പോൾ അമേരിക്കയിലെ എന്ന് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
സുപ്രീം കോടതിയിലേക്ക് പോയി. അപ്പോൾ സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം കടമെടുത്തു. പിന്നെ എങ്ങനെയാണ് പോയത്? എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ് എന്നുള്ള ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്ത് അല്ലെ, ഇമ്പോർട്ടൻറ്റ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് കിട്ടാനാണ്. ഇമ്പോർട്ടൻറ്റിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് IMP എന്ന് എഴുതാറുണ്ടല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് IMP എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എഴുതിയെടുത്തു. ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ അങ്ങനെ എഴുതിയെടുക്കാൻ സഹായിച്ചത് പ്രിയ എന്ന് പറയുന്ന ജഡ്ജാണ് അല്ലേ. പ്രിയാമ്പിൾ എന്താ? ആമുഖം എന്ന് പറയുന്ന ആശയം കടമെടുത്തു. ദെൻ അങ്ങനെ അത് അറിഞ്ഞപ്പോൾ ആ ജഡ്ജിയെ നീക്കം ചെയ്തു. അപ്പം ജഡ്ജിയെ നീക്കം ചെയ്യൽ, റിമൂവൽ ഓഫ് ജഡ്ജസ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റി? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അങ്ങനെ അവരവിടെയുള്ള റിവറിൽ ചാടി. റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. സെറ്റല്ലേ? അമേരിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്തത് ബ്രിട്ടൻ ആണ് കേട്ടോ. ബ്രിട്ടന്റെ കയ്യിൽ നിന്നും നമ്മൾ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. കേട്ടോളൂ. ആദ്യത്തേത് ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ദെൻ ജനറൽ ഇലക്ഷൻ, പൊതു തെരഞ്ഞെടുപ്പ്, ജനറൽ ഇലക്ഷൻ. ദെൻ റിട്ട് എന്ന് പറയുന്ന ആശയം. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്താണ്? പൗരത്വം അല്ലെ. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ്. ദെൻ പാർലമെന്ററി സിസ്റ്റം, ജനാധിപത്യം അല്ലെ, പാർലമെന്ററി ജനാധിപത്യം. ദെൻ ക്യാബിനറ്റ് സിസ്റ്റം, സ്പീക്കർ എന്ന് പറയുന്ന പദവി. ദെൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG എന്ന് പറയുന്ന ആശയം. ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ എന്താ? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ആശയം. ദെൻ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നു. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ഇത്രയും കാര്യങ്ങളാണ്: ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, റിട്ട്, സിംഗിൾ സിറ്റിസൺഷിപ്പ് അഥവാ ഏകപൗരത്വം, പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സിസ്റ്റം, സ്പീക്കർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ബൈക്യാമറലിസം അഥവാ ദ്വിമണ്ഡല സഭ, റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച. ഇത്രയും കടമെടുത്തത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കണക്ഷൻ പറയാം. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ സ്റ്റോറിയാണ് കേട്ടോ. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ സിറ്റി പാർലറിൽ ക്യാബറ നടക്കുന്നു. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ സിറ്റി പാർലറിൽ ക്യാബറ നടക്കുന്നു. അപ്പോൾ ക്യാബറ നടക്കുമ്പോൾ അവിടെ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അവിടെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കേട്ടോ, കൺട്രോൾ എന്നുള്ളത് കൺട്രോളർ എന്ന് കിട്ടാനാണ്. കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ട് ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നിയമവീഴ്ചയാണ് അല്ലേ. നിയമത്തിനെതിരാണ് ഇങ്ങനെ ക്യാമറയും സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ. ഇപ്പം നിയമവീഴ്ചയാണെന്ന് ഓർക്കുക കേട്ടോ. നിയമവീഴ്ചയാണ്, നിയമവാഴ്ച എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ കണക്ഷൻ? ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ സിറ്റി പാർലറിൽ ക്യാമറ, സ്പീക്കറിൽ പാട്ട്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ട് ക്യാമറ. അപ്പോൾ ഇതെല്ലാം നിയമവീഴ്ചയാണ്. കിട്ടിയല്ലോ സ്റ്റോറി. അപ്പോൾ ഇവിടെ നിന്നും എന്തൊക്കെ കിട്ടി? ബ്രിട്ടനിലെ എന്ന് പറയുമ്പോൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്താം. പ്രധാനമന്ത്രിയുടെ എന്ന് പറയുമ്പോൾ ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, ഇലക്ഷൻ കഴിഞ്ഞ് ജനറൽ ഇലക്ഷൻ, റിട്ടേൺ വരുമ്പോൾ റിട്ട്, സിറ്റി പാർലറിൽ സിറ്റിസൺഷിപ്പ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലറിൽ പാർലമെന്ററി സിസ്റ്റം, ക്യാബറ ക്യാബിനറ്റ് സിസ്റ്റം, സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ എന്ന് പറയുന്ന പദവി, കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, രണ്ട് ക്യാമറ, ദ്വിമണ്ഡലം ബൈക്യാമറലിസം. അപ്പോൾ ഇതൊക്കെ എന്താ? നിയമവീഴ്ചയാണ് അല്ലേ. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്നതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ.
അടുത്തത് റഷ്യയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. വലിയ കോഡിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, 5D റഷ്യ എന്ന് ഓർത്ത് വെച്ചാൽ മതി. 5D റഷ്യ. എന്താണ് 5D? 5 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഇയർ പ്ലാൻസ്, 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം. അതുപോലെ D എന്ന് പറയുന്നത് ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. ഓക്കെ, അപ്പം പഞ്ചവത്സര പദ്ധതികളും അതുപോലെ മൗലിക കടമകളും ഈ രണ്ടാശയവും കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നുമാണ്? റഷ്യയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. പഞ്ചവത്സര പദ്ധതികളും മൗലിക കടമകളും. അപ്പോൾ 5D റഷ്യ എന്ന് ഓർത്താൽ മതി. 5 ഇയർ പ്ലാൻസും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നുമാണ്. ഈസി ആയിട്ട് കിട്ടി. ഇനി അടുത്തത് കാനഡയിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ. ഒന്ന്, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ദെൻ ഗവർണറുടെ നിയമനം. ഇത്രയും ആശയം കടമെടുത്തിട്ടുള്ളത് കാനഡയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഗവർണറുടെ നിയമനം എന്നീ ആശയങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഗവർണറുടെ നിയമനം. ഇത്രയും ആശയങ്ങൾ എവിടെ നിന്നും കടമെടുത്തിട്ടുള്ളത്? കാനഡ. ഒന്നുകൂടെ പറഞ്ഞ്, ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഗവർണറുടെ നിയമനം എന്നിവ കടമെടുത്തിട്ടുള്ളത് കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. ഓക്കെ, ഇനി അടുത്തത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ എന്താണ്, സംയുക്ത സമ്മേളനം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ദെൻ കൺകറന്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം, ട്രേഡ് ആൻഡ് കൊമേഴ്സ് കേട്ടോ, വ്യാപാര വാണിജ്യം എന്നുള്ള രീതിയിലുള്ളത്, ദെൻ കൺകറന്റ് ലിസ്റ്റ്, ഇതെല്ലാം കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു കോഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഓസ്ട്രേലിയയിൽ സംയുക്തമായിരുന്നാൽ, അതായത് ജോയിന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരുമിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് ട്രേഡ് നടത്തിയാൽ കറന്റ് പോകും. ഇതാണ് നമ്മുടെ കണക്ഷൻ. എന്താണ്? ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് നടത്തിയാൽ കറന്റ് പോകും എന്ന് ഓർത്താൽ മതി. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തതാണ്. ഒരുമിച്ചിരുന്ന്, ജോയിന്റ് സിറ്റിംഗ്, ട്രേഡ് നടത്തിയാൽ, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കറന്റ് പോകും, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാ? ഓസ്ട്രേലിയയിൽ ജോയിന്റ് ആയിട്ട് ഇരുന്ന് ട്രേഡ് നടത്തിയാൽ കറന്റ് പോകുമെന്ന് ഓർത്താൽ മതി. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തത് ജോയിന്റ് സിറ്റിംഗ് അഥവാ സംയുക്ത സമ്മേളനം, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അടുത്തത് ഫ്രാൻസിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കോഡൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. സ്വാതന്ത്ര്യം അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ദെൻ റിപ്പബ്ലിക്. ഇത്രയും ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ്. ഓക്കെ, അടുത്തത് ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്തത് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അറിയാവുന്നതാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്തതാണ്. അതുപോലെ രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നുമാണ്? ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ഒന്നുകൂടെ പറഞ്ഞേ, ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, രണ്ടും കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നും. ഓക്കെ, അടുത്തത് അയർലൻഡിന്റെ കയ്യിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം.
രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്ന് പറയുന്നത് അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ്. ദെൻ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നുമാണ്? അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ പോലെ 3 ഉള്ളൂ, അത് പഠിച്ചാൽ മതി. ഇനി സപ്പോസ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓർക്കുക. രാജ്യസഭാംഗങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രസിഡന്റ് ഒരു മാർഗവുമില്ലാതെ എങ്ങോട്ട് പോയി? അയർലൻഡിലോട്ട് പോയി കേട്ടോ. രാജ്യസഭാംഗങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രസിഡന്റ് ഒരു മാർഗവുമില്ലാതെ അയർലൻഡിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാ? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇത്രയും ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിന്റെ കയ്യിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ചോദിക്കുന്ന ആശയങ്ങളാണ്. ഒന്ന്, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുപോലെ ഗവർണർ എന്ന് പറയുന്ന ആശയം, ദെൻ PSC എന്ന് പറയുന്ന ആശയം, ഫെഡറൽ കോടതി എന്ന് പറയുന്ന ആശയം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്? അടിയന്തരാവസ്ഥ, ഗവർണർ, PSC, ഫെഡറൽ കോടതി. ഇത്രയും ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നുമാണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. 1935 PSC കോടതിയിൽ അടിയന്തിരമായി ഗവർണർ വന്നു. ഇങ്ങനെ ജസ്റ്റ് ഒരു സെന്റൻസ് പോലെ ഓർത്തു വയ്ക്കുക കേട്ടോ. 1935 PSC കോടതിയിൽ അടിയന്തിരമായി ആര് വന്നു? ഗവർണർ വന്നു. അപ്പോൾ എന്തൊക്കെയാ? 1935 എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, PSC എന്ന് പറയുമ്പോൾ PSC, കോടതി എന്ന് പറയുമ്പോൾ ഫെഡറൽ കോടതിയാണെന്ന് ഓർക്കണേ, ഫെഡറൽ കോടതി. അടിയന്തരാവസ്ഥ, ഗവർണർ വന്നു, ഗവർണർ. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടമെടുത്ത ആശയങ്ങളാണ് അടിയന്തരാവസ്ഥ, ഗവർണർ, PSC, ഫെഡറൽ കോടതി എന്നീ ആശയങ്ങൾ. കിട്ടിയല്ലോ. അടുത്തത് ജർമ്മനിയുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എവിടെയാ? 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യൽ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ജർമ്മനിയുടെ കയ്യിൽ നിന്നാണ്. തെറ്റിപ്പോകരുത്, ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയമാണെങ്കിൽ അത് ജർമ്മനിയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമേ ഇവിടെ പഠിക്കാറുള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? റദ്ദ് ചെയ്യുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നുമാണ് കേട്ടോ, ജർമ്മനിയിൽ നിന്നുമാണ്. ഇനി അടുത്തത് ജപ്പാനിൽ നിന്നും കടമെടുത്ത ആശയം എന്ന് പറയുന്നത് നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ജപ്പാന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ജപ്പാന്റെ കയ്യിൽ നിന്നുമാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഷുവറാണ് 1 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് PSCയുടെ സ്ഥിരം ചോദ്യം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കാറുണ്ട്. എവിടെ നിന്നാ? അമേരിക്കയുടെ കയ്യിൽ നിന്ന് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ജഡ്ജിയെ നീക്കം ചെയ്തപ്പോൾ ആൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്
റൈറ്റ്സ്, അമേരിക്കയിലെ സുപ്രീം കോടതി പോയപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, അപ്പോൾ റിവറിൽ ചാടി അല്ലേ, ഇപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്ന് തന്നെയാണ്? അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം അമേരിക്കയിലെ സുപ്രീം കോടതിയിലോട്ടാണ് നമ്മൾ പോയതല്ലേ സ്വപ്നത്തിൽ, അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം. അതുപോലെ ചോദിക്കുന്നതാണ് ബ്രിട്ടനിൽ നിന്നുമുള്ള റിട്ട്, അത് നമുക്ക് പേര് പോലെ തന്നെ റിട്ട് ബ്രിട്ടൻ ഒരുപോലെ ഇല്ലേ, അപ്പോൾ റിട്ട് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് നിയമവാഴ്ച, ബ്രിട്ടനിൽ നിന്നുമാണ് അല്ലേ. നമ്മൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ക്യാബറയും കാര്യങ്ങളൊക്കെ അല്ലേ നിയമവാഴ്ചയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഏക പൗരത്വം ചോദിക്കാറുണ്ട്, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പം അത് സിറ്റി പാർലറിലാണ് അല്ലേ പാർട്ടി വന്നത്, ക്യാബറ കണ്ടത്. അപ്പം സിറ്റി പാർലർ, സിറ്റിസൺഷിപ്പും പാർലമെന്ററി സിസ്റ്റവും, അങ്ങനെ നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി റഷ്യയിൽ നിന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കേട്ടോ. മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? റഷ്യയുടെ കയ്യിൽ നിന്നുമാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ലിസ്റ്റുകളാണ് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? കാനഡയിൽ നിന്നുമാണ് കേട്ടോ, കാനഡ. അപ്പോൾ അത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഈ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലിസ്റ്റാണ് അല്ലേ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ഈ ലിസ്റ്റൊക്കെ കാണണമെങ്കിൽ നമുക്ക് കന്നഡ വെക്കണം എന്ന് ഓർത്താൽ മതി. നമുക്ക് ഒരു ലിസ്റ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വായിക്കണമെങ്കിൽ കന്നഡ വേണമെന്ന് ഓർത്താൽ മതി. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കറന്റ് എന്നുള്ളത് നമ്മൾ ഓസ്ട്രേലിയയുടെ കണക്ട് ചെയ്തല്ലോ, ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് നടത്തിയ കറണ്ട് പോകുന്നുള്ളത്. അപ്പോൾ കൺകറന്റ് ഓസ്ട്രേലിയ ആണെന്ന് അറിയാം. ബാക്കി രണ്ട് ലിസ്റ്റും എന്താണ്? യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ വായിക്കണമെങ്കിൽ കന്നഡ വേണം, കാനഡ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, തെറ്റിപ്പോകരുത്. പിന്നെ സംയുക്ത സമ്മേളനം ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്, അത് എവിടെ നിന്നാ? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നാണ്. അത് സ്ഥിരം ചോദിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നതും ആയിരിക്കും. ഇനി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരം ചോദിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം, ഭരണഘടന നോക്കിക്കുക, നമ്മൾ എഴുതുമ്പോൾ ഭരണഘടന ഇങ്ങനെയാണ് എഴുതുന്നത്. അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക ഒരേപോലെ എഴുതുന്ന രണ്ട് വാക്കുകൾ അല്ലേ. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. പിന്നെ അയർലൻഡിൽ നിന്നുമുള്ളത് ചോദിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ് കേട്ടോ, അയർലൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു മാർഗ്ഗം ഇല്ലാതെയാവുമ്പോഴാണ് അടുത്തുള്ള ലാൻഡിലോട്ട് പോകുക എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അയർലൻഡിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സ്ഥിരം ചോദിക്കുന്നത് അടിയന്തരാവസ്ഥ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ PSC എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അതും സ്ഥിരം ചോദ്യമാണ്, ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്.